നമസ്കാരം. ആരാണ് യഥാർത്ഥത്തിൽ ഒരു രാജാവ്? അല്ലെങ്കിൽ ആരാണ് ശരിക്കും ശക്തനായൊരാൾ? ഒരുപാട് അധികാരവും പദവിയുമൊക്കെയുള്ള ആളാണോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടുന്ന വളരെ മനോഹരമായ ഒരു കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. എനർജി, ലവ്, ബ്ലിസ്, കോൺഷ്യസ്നെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് കടക്കാം, അല്ലേ? ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്താണ് ഒരാളെ ശരിക്കും പവർഫുള്ളാക്കുന്നത്? പണമാണോ? അതോ വലിയ സ്ഥാനങ്ങളാണോ? അതോ ഇതൊന്നുമല്ലാത്ത മറ്റെന്തെങ്കിലുമാണോ? ഈയൊരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ കഥയിലേക്ക് പോകാം. നമ്മുടെ കഥ തുടങ്ങുന്നത് വളരെ വിചിത്രമായൊരു കണ്ടെത്തൽ നിന്നാണ്. താൻ പഠിച്ച ശാസ്ത്രത്തിൽ 100% വിശ്വസിച്ചിരുന്ന ഒരു ജ്യോതിഷി തന്റെ ജീവിതത്തിലെ അറിവിനെ മുഴുവൻ ചോദ്യം ചെയ്യുന്ന ഒരു കാഴ്ച കാണുകയാണ്. പണ്ട് ഗൗതമബുദ്ധൻ ജ്ഞാനോദയമൊക്കെ ലഭിച്ച ശേഷം ഒരു കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. യാത്രയ്ക്കിടയിൽ അദ്ദേഹം ഒരു പുഴയുടെ അടുത്തെത്തി. അവിടെ കുളിച്ച് ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു. അപ്പോൾ അതേ സമയത്താണ് തന്റെ ജ്യോതിഷത്തിൽ വലിയ കഴിവുള്ള ഒരു പണ്ഡിതൻ ആ പുഴയിൽ കുളിക്കാനായി വന്നത്. പുഴക്കരയിലെ നനഞ്ഞ മണ്ണിൽ ചില കാൽപ്പാടുകൾ കണ്ടതും ആ ജ്യോതിഷിയൊന്നു നിന്നു. കാരണം വെറും കാൽപ്പാടുകൾ നോക്കി ഒരാളുടെ ഭൂതവും ഭാവിയും വരെ പറയാൻ കഴിവുള്ള ആളായിരുന്നു അദ്ദേഹം. ആ പാടുകൾ കണ്ടയുടനെ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, ഹോ, ഇതൊരു ലോകം മുഴുവൻ ഭരിക്കേണ്ട ചക്രവർത്തിയുടെ കാൽപ്പാടുകളാണല്ലോ. പക്ഷേ കഥയിലെ ട്വിസ്റ്റ് ഇവിടെയാണ്. ഒരു വലിയ ചക്രവർത്തിയെ കാണാമെന്ന പ്രതീക്ഷയിൽ ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് ചെന്ന ജ്യോതിഷിയെത്തിയത് ഒരു മരച്ചുവട്ടിലാണ്. അവിടെയാണെങ്കിൽ വളരെ ശാന്തനായി ധ്യാനിച്ചിരിക്കുന്നത് ഒരു സാധാരണ സന്യാസി. അത് ഗൗതമബുദ്ധനായിരുന്നു. അപ്പോ ഈയൊരു കൂടിക്കാഴ്ചയാണ് നമ്മുടെ കഥയുടെ ഹൃദയം. ആകെ കൺഫ്യൂഷനായ ജ്യോതിഷിയും ശാന്തനായിരിക്കുന്ന ബുദ്ധനും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് യഥാർത്ഥ ശക്തിയുടെ രഹസ്യം പുറത്തുവരുന്നത്. ഇത് കണ്ട ജ്യോതിഷിക്ക് തന്റെ കണ്ണുപോലും വിശ്വസിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ആകെ തകർന്നുപോയി. ഒന്നുകിൽ എനിക്ക് ഭ്രാന്തായി, അല്ലെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് പഠിച്ച ഈ ശാസ്ത്രം മുഴുവൻ തെറ്റാണ്. ഇത് ചിന്തിച്ച് അദ്ദേഹം അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. ആകെ നിരാശനായ അദ്ദേഹം ബുദ്ധന്റെ അടുത്തേക്ക് മെല്ലെ ചെന്നു. എന്നിട്ട് വളരെ വിനയത്തോടെ ചോദിച്ചു, അങ്ങ് ആരാണ്? എന്റെ ശാസ്ത്രം പറയുന്നത് അങ്ങൊരു ചക്രവർത്തിയാണെന്നാണ്. പക്ഷേ അങ്ങേ കണ്ടാൽ ഒരു സാധാരണ സന്യാസിയെപ്പോലെയാണ് തോന്നുന്നത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ബുദ്ധന്റെ ആദ്യത്തെ മറുപടി ആ ജ്യോതിഷിയെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി. അദ്ദേഹം കണ്ണു തുറന്നു പറഞ്ഞു, ഞാൻ ആരുമല്ല, ഞാൻ വെറുമൊരു സാധാരണക്കാരനാണ്. പക്ഷേ തൊട്ടുപിന്നാലെ ബുദ്ധനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, അതേസമയം ഞാനാണീ ലോകത്തിന്റെ ചക്രവർത്തി. ഈ രണ്ട് മറുപടികളും കേട്ടപ്പോൾ ജ്യോതിഷിക്കൊന്നും മനസ്സിലാകാതെ അദ്ദേഹം അമ്പരന്ന് നിന്നു. ആ ജ്യോതിഷിയുടെ ആശയക്കുഴപ്പം കണ്ട ബുദ്ധൻ ആ കടങ്കഥയുടെ അർത്ഥമെന്താണെന്ന് വിശദീകരിക്കാൻ തുടങ്ങി. യഥാർത്ഥ ശക്തിയുടെ രഹസ്യം ഇവിടെയാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ബുദ്ധൻ പറഞ്ഞു, സുഹൃത്തേ, ഈ ലോകത്ത് 2 തരത്തിലുള്ള ചക്രവർത്തിമാരുണ്ട്. ഒരാൾ തന്റെ ശക്തിയും സൈന്യത്തെയും ഉപയോഗിച്ച് പുറത്തുള്ള ലോകം കീഴടക്കുന്നു. എന്നാൽ രണ്ടാമത്തെയാൾ മറ്റാരെയുമല്ല, സ്വയം കീഴടക്കുന്നു. ഈ 2 പേരുടെയും സാമ്രാജ്യങ്ങൾ തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമുണ്ട്. അപ്പോ ആരാണ് ഈ യഥാർത്ഥ ചക്രവർത്തി? അദ്ദേഹം യുദ്ധം ചെയ്യുന്നത് പുറത്തുള്ള ശത്രുക്കളോടല്ല, മറിച്ച് തന്റെ ഉള്ളിലുള്ള ശത്രുക്കളോടാണ്. അതായത് കാമം, ക്രോധം, അത്യാഗ്രഹം, പലതിനോടുമുള്ള കെട്ടുപാടുകൾ, പിന്നെ എല്ലാത്തിലും വലിയ ശത്രുവായ അഹംഭാവം. ഇതിനെയൊക്കെ ആരാണോ ജയിക്കുന്നത്, അവനാണ് യഥാർത്ഥ വിജയി. അപ്പോ എന്താണ് ഈ ആന്തരിക സാമ്രാജ്യം? പുറത്തുള്ള ഏതു വലിയ നേട്ടങ്ങളെക്കാളും എത്രയോ വലുതാണത്. ആർക്കും നമ്മളിൽ നിന്ന് തട്ടിയെടുക്കാനും പറ്റില്ല. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ബുദ്ധൻ ആ ജ്യോതിഷിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃത്തേ, നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങളുടെ ശാസ്ത്രം തെറ്റിയിട്ടൊന്നുമില്ല. കാരണം യഥാർത്ഥത്തിൽ തന്റെ ഉള്ളിലുള്ള ഈ ശത്രുക്കളെയെല്ലാം ജയിച്ചവനാണ് യഥാർത്ഥ ചക്രവർത്തി. അങ്ങനെയുള്ള ഒരാളുടെ കാൽപ്പാടുകളാണ് നിങ്ങൾ കണ്ടത്. നോക്കൂ, ഇതാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് നേടുന്ന ഭൗതികമായ എന്ത് കാര്യങ്ങളായാലും, അത് പണമായാലും ശരി, വലിയ സ്ഥാനങ്ങളായാലും ശരി, അതെല്ലാം ഒരു ദിവസം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ നമ്മൾ ഉള്ളിൽ നേടുന്ന സമാധാനവും സന്തോഷവും അത് എക്കാലവും നിലനിൽക്കും. പുറത്തുള്ളൊരു ലോകം കീഴടക്കിയാൽ ചിലപ്പോൾ നമുക്ക് താൽക്കാലികമായി ഒരു സന്തോഷം കിട്ടുമായിരിക്കും. പക്ഷേ അത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. എന്നാൽ നിങ്ങളുടെ മനസ്സിനെയാണ് നിങ്ങൾ കീഴടക്കുന്നതെങ്കിൽ അവിടെ കിട്ടുന്ന സന്തോഷം അനന്തമാണ്. അത് നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. അതുകൊണ്ട് യഥാർത്ഥ വിജയി എന്ന് പറയുന്നത് എപ്പോഴും തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചയാളാണ്. അവനാണ് യഥാർത്ഥ ചക്രവർത്തി. ആ ഒരു യാത്ര തുടങ്ങേണ്ടത് മറ്റെവിടെയുമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നാണ്. ഈയൊരു കഥ കേൾക്കാൻ സമയം കണ്ടെത്തിയ നിങ്ങൾക്കെല്ലാവർക്കും
എന്റെ ഹൃദയത്തിൽ നിന്നും ഒരുപാട് നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.